മതങ്ങളുടെ ലക്ഷ്യം മനുഷ്യരെ മനുഷ്യരാക്കുകയാണെന്നും എല്ലാ മതങ്ങളുടെയും അന്തസത്ത നന്മയാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. പറഞ്ഞു. കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ എം.പി. ഗംഗാധരൻ ഫൗണ്ടേഷനും അഖില ഭാരത അയ്യപ്പ സേവാ സംഘവും ചേർന്ന് ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കിയ ഇടത്താവളത്തിന് സമാപനം കുറിച്ച് നടന്ന മാനവ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മ ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും എല്ലാ കാലത്തും എല്ലാ ജനതയോടും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെ. മതങ്ങളുടെ മുഴുവൻ ലക്ഷ്യം മനുഷ്യരെ മനുഷ്യരാക്കുക, നന്നാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവിധ രൂപത്തിൽ ഉള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെ ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ വിവിധ മാർഗങ്ങളിൽ വളരെ ക്രൂരന്മാരും തെറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ അന്യരെ അതുപോലെ തന്നെ യാതൊരു ധർമ്മം ചെയ്യാത്തവരും അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളാവാതെ അത്തരത്തിലുള്ളൊരു സമൂഹം ഉണ്ടാകാൻ പാടില്ല. പരസ്പരം നന്മ ചെയ്തും സൗഹൃദത്തിലും നമ്മളൊക്കെ ദൈവത്തിൻ്റെ നിസ്സാര സൃഷ്ടികളാണ് എന്നുള്ളത് ഓർത്ത് കഴിയാനുള്ള അങ്ങനത്തെ ഒരു സൊസൈറ്റി സമൂഹത്തെ ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് വിവിധ മതങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് മതങ്ങളുടെ സാരം അന്തസത്ത എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് എന്ന് എല്ലാ ആളുകളും എല്ലായ്പ്പോഴും നമ്മളൊക്കെ പറയുന്നതും പ്രസംഗിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വസ്തുതയും സത്യവും ഒക്കെ അത് തന്നെയാണ്. നന്മ ഉയർത്തിപ്പിടിക്കുകയാണ് എല്ലാ മതങ്ങളും. ഒരു തിന്മ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതവുമില്ല. അദ്വൈതം എന്ന പൊരുൾ നഷ്ടപ്പെടുന്നതാണ് ജാതീയതയും വർഗീയതയും നമുക്കിടയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള കാരണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മലങ്കര യാക്കോബായ സുറിയാനി സഭ മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് അഭിപ്രായപ്പെട്ടു. ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹത്തായ സംഭാവനയാണ് അദ്വൈത മന്ത്രം. ഇതിലും വലിയൊരു സന്ദേശം ലോകത്തിന് ലഭിച്ചിട്ടില്ല. അതിന്റെ പ്രത്യക്ഷമായ നിദർശനമാണ് ശബരിമലയിൽ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മാനവ സൗഹൃദത്തിന്റെ ശക്തമായ പ്രതിബിംബമാണ് അയ്യപ്പനെന്ന് ഡോക്ടർ എം.എൻ. കാരശ്ശേരി പറഞ്ഞു. അയ്യപ്പന്റെ കൂട്ടുകാരൻ അന്യസമുദായക്കാരനായ വാവരാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശു പറഞ്ഞത്. സ്നേഹമില്ലാത്തവന് വിശ്വാസമില്ല എന്നൊരു നബിവചനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുവായ അയ്യപ്പനും മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തയും ചേർന്ന ശബരിമലയിലെ സങ്കല്പം ഇന്ത്യൻ മതേതര സങ്കല്പത്തിന്റെ തന്നെ അടിസ്ഥാനമാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. വിവിധ മതക്കാർ സഹായങ്ങളുമായി എത്തുന്ന ഇടത്താവളം മാനവ സൗഹൃദത്തിന്റെ സമാനതകളില്ലാത്ത കാഴ്ചയാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു. യോഗക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീലമന ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി തിരുമലശ്ശേരി നാരായണരാജ, ഹുസൈൻ മടവൂർ, വി.ടി. ബൽറാം, സിദ്ദീഖ് മൗലവി, നഗരസഭാ അധ്യക്ഷ സി.വി. സുധ, രഘുരാമ നാരായണദാസ്, എം.വി. ശ്രീധരൻ മാസ്റ്റർ, പി.പി. യൂസഫ് അലി, കെ. അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി, ഭവത്രാദൻ നമ്പൂതിരി, നാരാത്ത് അഗ്നിശർമ്മൻ, അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ എം.പി. സി ഹരിദാസ് സന്നദ്ധ പ്രവർത്തകരെ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എം. രാമനാഥൻ, കർമ്മ ബഷീർ, പി. രഞ്ജിത്ത്, കെ. രാജീവ്, കെ. അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നാറാസ് ഇട്ടിരവി നമ്പൂതിരിപ്പാട്, തിരുമലശ്ശേരി നാരായണരാജ എന്നിവർ ഗുരുസ്വാമിമാരെ ആദരിച്ചു. യോഗക്ഷേമ സഭയുടെ സംഭാര വിതരണവും വനിതാ വിഭാഗത്തിന്റെ സോപാന സംഗീതാലാപനവും ഉണ്ടായിരുന്നു.